പറയാം. അതെ, നമുക്ക് ഭഗവതി ലോട്ടറി ഇവിടെയാണ് അടിച്ചിരിക്കുന്നത്. ലോട്ടറി ഏജന്റ് ആണെന്ന്. ചേട്ടാ, എങ്ങനെയാണ് സംഭവം? പറ. ഇത് കൊച്ചി വൈറ്റിലയിലാണ് 2022 ആദ്യത്തെ 25 കോടിയും ഭഗവതി ലോട്ടറി പഴവങ്ങാടിയിലാണ് അടിച്ചത്. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് നമുക്ക് 25 കോടി ഭഗവതി ലോട്ടറി ഇവിടെ വിറ്റ ടിക്കറ്റിനാണ്. ഈ കടയിൽ നിന്ന് വിറ്റ ഹോൾസെയിൽ. നമ്മുടെ ഏജന്റ് ആരാണെന്ന് നോക്കിയിട്ട് ഇതുവരെ സിസ്റ്റത്തിൽ കിട്ടുന്നില്ല. ആളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. 25 കോടി നമ്മുടെ ഈ കടയിൽ നിന്നുള്ള ഹോൾസെയിൽ ഒരു ഏജന്റിനാണ് വൈറ്റിലയിൽ നിന്നാണ് അടിച്ചിരിക്കുന്നത്. ഇത് എത്ര ഏജന്റുമാർ നമുക്ക് ഇവിടെ ഉണ്ട്? ഞങ്ങൾക്ക് ഇവിടെ ഏകദേശം 100ഓളം ഏജന്റുമാർ ഇവിടെ തന്നെ ഉണ്ട്. ഈ കടയിൽ തന്നെ. ഭാഗത്തേക്കായിരിക്കും ഒരു ഉദ്ദേശം? ഞങ്ങളുടെ മുതലാളി വിളിക്കുന്നത്. ഏത് ഭാഗത്തേക്കായിരിക്കും പോകാൻ സാധിക്കും? അതിനെപ്പറ്റി പറഞ്ഞ് ചെക്ക് ചെയ്യണം. നമുക്ക് കമ്പ്യൂട്ടർ വെച്ച് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ എപ്പോൾ ആരാണ് കൊണ്ടുവെക്കണത് എങ്ങനെയെന്നുള്ളത്. അതാണ് സംഭവം. അല്ല ഒറ്റയ്ക്ക് നമുക്ക് നോക്കിയിട്ട് ഇത് കിട്ടുന്നില്ല സംഭവം. ആർക്കാണ് പോയേക്കെന്നുള്ളത് കിട്ടുന്നില്ല. പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും. ഇത് നമ്മൾ സാധാരണ എത്ര ടിക്കറ്റ് ഒക്കെ ഇവിടെ എടുക്കാറുണ്ട്? ഇവിടെ ടിക്കറ്റ് ഇപ്പോൾ ഹോൾസെയിൽ പോകണമെങ്കിൽ വെച്ചാൽ ഞങ്ങൾക്ക് ഇത് ഹോൾസെയിൽ ഡിവിഷനാണല്ലോ. ഹോൾസെയിൽ പോകുന്നത് നല്ലവണ്ണം ടിക്കറ്റ് പോകുന്നുണ്ട്. ഓണത്തിൻ്റെ പോകുന്നുണ്ട്. ഭാഗത്തേക്കുള്ള ടിക്കറ്റ് ആയിരിക്കും ഒരു സാധ്യത നിങ്ങൾ കണക്കാക്കുന്നത്? ഞങ്ങൾ പാലക്കാടാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. പാലക്കാട് വിറ്റാണ് ടിക്കറ്റ് തന്നെ വന്നേക്കെന്ന് പറയുന്നുണ്ട്. പാലക്കാടേക്ക് വിറ്റിരിക്കുന്ന ടിക്കറ്റിനാണ്? പാലക്കാട് നിന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ടിക്കറ്റ്. എടുത്തിരിക്കുന്ന ടിക്കറ്റ് അവിടെയാണ് സാധ്യത കാണുന്നത്. അല്ല, അതാണ് വന്നേക്കണത്. ഇപ്പോൾ ടി വിയിൽ ന്യൂസ് വന്നേക്കണത് അതുകൊണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഏജന്റിന് നമുക്ക് ഇതുവരെ ഒന്നുമില്ല. അതുപോലെ മാനേജർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ വെച്ച് മാനേജർ നോക്കിക്കൊണ്ടിരിക്കണേ. നമുക്കൊന്ന് സൈഡിൽ കൂടി തന്നെ വന്നിട്ട് മാനേജർ എടുത്ത് കാണിക്കാമല്ലോ ചേട്ടാ. എന്തായാലും മാനേജർ നോക്കിക്കൊണ്ടിരിക്കണേ. ചേട്ടാ, എന്താ ഉറപ്പിക്കാൻ പറ്റുമോ? മാനേജർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇത് ആരാണ് എന്നുള്ളത് ഇപ്പൊ ഈ സമയത്ത് ഉറപ്പിക്കാൻ പറ്റും. നമ്മുടെ പർച്ചേസിൽ ഇപ്പോഴും TH ഉണ്ട്. 57, 78, 00 തൊട്ട് 99 വരെ 900 ടിക്കറ്റ് ഉണ്ട്. ആർക്ക് ബില്ല് ചെയ്ത് ഇതാണ് നമ്പർ 57, 78, 00 മുതൽ 99 വരെയുള്ള. അപ്പൊ 25 ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ അത് ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഇവിടെ തന്നെ ഉണ്ട്. ആരാണെന്ന് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഹോൾസെയിൽ തന്നെയാണ്. ഹോൾസെയിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് മാല് തന്നെ കിടക്കയല്ലേ. അപ്പൊ മാറൂലല്ലോ. അപ്പോ 57, 78, 00 മുതൽ 99 വരെയുള്ള അത് കിട്ടുന്നില്ല. ഒരു മിനിറ്റ്. ഒരു കാര്യം കൂടി അവരോട് ചോദിക്കാമോ? ഈ അവിടെ നിന്നുള്ള ടിക്കറ്റുകൾ പല ജില്ലകളിലേക്ക് പോകുന്നുണ്ടോ ആ ഏജൻസിയിൽ നിന്ന്? കാരണം പല ജില്ലകളിൽ നിന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് തൃശ്ശൂരിൽ നിന്നൊക്കെ പോയിരിക്കുന്ന ടിക്കറ്റ് ആണ് എന്നുള്ള നിലയിലാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചേട്ടാ, ഇതെങ്ങനെയാ തൃശ്ശൂർക്കാണ് പോയിരിക്കുന്നത്? എന്തായാലും ഭാഗ്യശാലിയെ കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷേ ടിക്കറ്റ് പല ജില്ലകളിൽ നിന്നായി പലർ എടുക്കുന്നത് കൊണ്ടുള്ള ആശയക്കുഴപ്പങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ഏജൻസിയിൽ നിന്ന് പോയ ടിക്കറ്റാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് എന്ന വിവരമാണ്. സഹിനുണ്ട്. സഹിൻ, തുടരാം. അത് എന്തായാലും ഈ കാണുന്ന പോലെ തന്നെ ടിക്കറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്ക് പോയിരിക്കുന്ന ടിക്കറ്റ് ആണ് ഇതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പോലെ തന്നെ മാനേജറാണ് എൻ്റെ ഒപ്പം ഉള്ളത്. മാനേജറോടൊപ്പം നിന്നാണ് ഈ ടിക്കറ്റ് എങ്ങോട്ടേക്ക് പോയിരിക്കുന്ന ടിക്കറ്റ് ആണെന്നുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കിട്ടി. ലതീഷ് കഴിഞ്ഞ പ്രാവശ്യം 1 കോടി അടിച്ച ആളിന് കഴിഞ്ഞ 2 മാസം മുമ്പ് 2 മാസം മുമ്പ് 1 കോടി അടിച്ച ആളിനാണ് അടിച്ചിരിക്കുന്നത്. നെട്ടൂർ സ്വദേശി ലതീഷ് എന്നാണ്. ലതീഷ് എന്ന് പറയുന്ന ഏജന്റിനാണ് വിറ്റേക്കുന്നത്. നെട്ടൂർ സ്വദേശിയായിട്ടുള്ള ലതീഷ് ഏജന്റ് അല്ലേ? ഉറപ്പിക്കാൻ പറ്റി അല്ലേ? കഴിഞ്ഞ നമ്മളെ മുതലാളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെയാണ് ഈ മനസ്സിലാക്കാൻ കഴിയുന്നത്. നെട്ടൂർ സ്വദേശിയായിട്ടുള്ള ഏജന്റിനാണ് ഇത് വിറ്റിരിക്കുന്നത്. അതായത് നെട്ടൂർ ഭാഗത്ത്, കുമ്പളം നെട്ടൂർ ഭാഗത്ത് അല്ലേ? ലതീഷിനല്ലേ? ലതീഷിനൊന്ന് വിളിക്കണം. ലതീഷിനൊന്ന് ഇപ്പൊ തന്നെ വിളിക്കും. ലതീഷിനെ വിളിച്ചാൽ കാര്യം അറിയാൻ പറ്റും. ലതീഷിനെ വിളിക്കാൻ പോണാണ്. നെട്ടൂർ സ്വദേശിയായിട്ടുള്ള ലതീഷിനാണ് ഈ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലതീഷിന്റെ ടിക്കറ്റാണ് ആ കാണുന്ന പോലെ. ഏതായിട്ടാ ഇതിൽ ടിക്കറ്റ് ഒന്ന് കാണിച്ചു ചേട്ടാ? ഒന്ന് തൊട്ട് കാണിക്കും. TH ഇതാ കാണും. ലതീഷിന് വിറ്റിരിക്കുന്ന ടിക്കറ്റ് അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 25 കോടി. അത് തന്നെ കാണുന്ന ടിക്കറ്റാണ്. ഈ ടിക്കറ്റിലാണ് വിട്ടിരിക്കുന്നത്. 577 577 825. ലതീഷ് ഹോൾസെയിലിന് അടിച്ചിരിക്കുന്നു.
ദാ ചേട്ടൻ തന്നെ കൃത്യമായിട്ട് പറയാം. ചേട്ടൻ ഒന്ന് കൃത്യമായി ഒന്ന് കൃത്യം ലതീഷിനെ വിളിക്കട്ടെ. ലതീഷിനെ വിളിച്ചുകൊണ്ടിരിക്കണേ. കൃത്യമായി ലതീഷിനെ വിളിച്ച് ഈ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ എത്തിക്കാൻ കഴിയും. 577 825 TH നെട്ടൂർ ഭാഗത്തേക്ക് വിറ്റിരിക്കുന്ന ടിക്കറ്റാണ്. നെട്ടൂർ സ്വദേശിയായിട്ടുള്ള ലതീഷാണ് ഏജന്റ്. ലതീഷിന് കഴിഞ്ഞ തവണ 1 കോടി, അത് ഏതിലായിരുന്നു ബമ്പറിലെ? കഴിഞ്ഞ ബമ്പറിൽ തന്നെയാണ് ഡെയിലി ടിക്കറ്റിൽ 1 കോടി അടിച്ച ലതീഷാണ് അല്ലേ? അപ്പൊ ലതീഷ് വിറ്റിരിക്കുന്ന ടിക്കറ്റിനായിരിക്കും ഒരു പക്ഷേ. സേതു, നിങ്ങൾക്കൊക്കെ വലിയ സാധ്യതയുണ്ട്. നമ്മുടെ ഓഫീസ് ഇരിക്കുന്നത് മരട് ഭാഗത്താണ്. മരട് നെട്ടൂർ ഭാഗത്താണ് ഈ ടിക്കറ്റ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സാധ്യത എല്ലാവർക്കും ഉണ്ട്. പല ജില്ലകളിൽ നിന്നായി ടിക്കറ്റ് എടുത്തവരൊക്കെ ഉണ്ട്, നിരാശരായിരിക്കുകയാണ് ഇവിടെ. പക്ഷെ നെട്ടൂരിൽ നിന്ന് ആരും ടിക്കറ്റ് എടുത്തിട്ടില്ല. ലതീഷ്, നെട്ടൂർ സ്വദേശി ലതീഷാണോ വിളിക്കണേ? ലതീഷിനെ ഇനി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നെട്ടൂർ നമ്മുടെ ഓഫീസിൽ നിന്ന് പല ആളുകളും പല ഭാഗത്തേക്ക് ഓടിക്കോളൂ. അവിടെയുള്ള എല്ലാവർക്കും സാധ്യതയുണ്ട്. 25 കോടി രൂപ അടിച്ചിരിക്കുന്നത് നെട്ടൂർ സ്വദേശിക്കാണ്. നെട്ടൂർ സ്വദേശിയായിട്ടുള്ള ലതീഷ് എടുത്തിരിക്കുന്ന ടിക്കറ്റിനാണ് 25 കോടി രൂപ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ എറണാകുളം നിവാസികൾക്ക് കൂടുതൽ സാധ്യത. ബാക്കി ശേഷിക്കുന്ന മറ്റു ജില്ലകളിൽ നിന്ന് ആളുകൾ വന്നെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും സാധ്യതയുണ്ട്. എന്തായാലും നെട്ടൂർ സ്വദേശിയായിട്ടുള്ള ഏജന്റ് ലതീഷാണ് 25 കോടി രൂപ ടിക്കറ്റ് ഇവിടെ നിന്ന് വാങ്ങിയിരിക്കുന്നത്. മുൻപ് 1 കോടി രൂപയുടെ ടിക്കറ്റ്, ഡെയിലി ടിക്കറ്റിൽ 1 കോടി രൂപയുടെ ടിക്കറ്റും ലതീഷ് വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലതീഷിനൊന്ന് വിളിക്കോ? ലതീഷിനെ ലതീഷിനെ വിളിച്ച് കിട്ടിയിട്ടില്ല. ലൈവിൽ ലതീഷിനെ വിളിച്ച് കിട്ടിയാൽ മാത്രമേ ഇതാണ് ടിക്കറ്റ് കാണുന്നത് പോലെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഈ ഫസ്റ്റ് പ്രൈസ് ഭഗവതി ലോട്ടറി ഏജൻസീസ് തമ്മന്നർ റോഡ് വൈറ്റില. അവിടെ തന്നെ ഫസ്റ്റ് പ്രൈസ് 25 കോടി രൂപയാണ് ഈ കാണുന്നത്. TH 577 825. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമ്മളുടെ മറ്റ് ആളുകൾ ഇപ്പോൾ നെട്ടൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ മറ്റ് യൂണിറ്റ് കൂടി നെട്ടൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ലതീഷിനെയും അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മുടെ ഈ ഡെയിലി ടിക്കറ്റിൽ 1 കോടി അടിച്ചിട്ടുണ്ട് പുള്ളിക്ക്. ലതീഷ് എന്ന് പറയുന്ന ഏജന്റിനാണ് അടിച്ചിരിക്കുന്നത്. നെട്ടൂരുള്ള ലതീഷ് എന്ന് പറയുന്ന ഏജന്റിനാണ് അടിച്ചിരിക്കുന്നത്. പുള്ളിക്ക് 2 മാസം മുമ്പ് 1 കോടി രൂപയുടെ പ്രൈസ് പുള്ളിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലതീഷിനെ 1 കോടി രൂപ 2 മാസം മുമ്പ് അടിച്ചിരുന്നു. 2 മാസം മുമ്പ് പുള്ളിയുടെ ഏജൻസിയിൽ. കസ്റ്റമറെ നമുക്കറിയില്ല. ലതീഷ് എത്ര ടിക്കറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവും? ഇതിപ്പോ പുള്ളി ഇവിടെ നിന്ന് 800 ടിക്കറ്റ് ഞങ്ങളുടെ ഹോൾസെയിൽ എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ഹോൾസെയിൽ സ്ഥിരമായി എടുക്കുന്ന ആള് തന്നെയാണ്. ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ്. അദ്ദേഹത്തിന് 1 കോടി രൂപ ഇതിന് മുൻപ് അടിച്ചിട്ടുണ്ട്. 1 കോടി ഇതിന് മുമ്പ് ഡെയിലി ടിക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോ 25 കോടി ലതീഷിന് അടിച്ചേക്കണേണ്. ലഡു ഒക്കെ കൊടുക്കുന്ന ദൃശ്യങ്ങളിലേക്കൊക്കെ പോകാം. ആളുകളൊക്കെ ലഡു ഒക്കെ വാങ്ങി വലിയ സന്തോഷമായി ആളുകളൊക്കെ ഇവിടെ വിതരണം ചെയ്യുകയാണ്. ഇനി നെട്ടൂർ സ്വദേശിയായിട്ടുള്ള ലതീഷിനെ കണ്ടെത്തേണ്ടതുണ്ട്. ലതീഷ് വിറ്റ ടിക്കറ്റിനാണ് 25 കോടി രൂപ അടിച്ചിരിക്കുന്നത്. മുൻപ് നമുക്കറിയാവുന്നത് പോലെ തന്നെ. ചേട്ടാ, എങ്ങനെയുണ്ട്? ടിക്കറ്റൊക്കെ കിട്ടി? ഞാൻ ലഡു ഒന്നും കഴിക്കാറില്ല. എങ്ങനെയുണ്ട്? സന്തോഷം. അപ്പൊ ഭഗവതിയിൽ സ്ഥിരം ടിക്കറ്റൊക്കെ എടുക്കാറുള്ളതാണ്. എങ്ങനെയുണ്ട് ഇവിടെ ഒന്ന് സ്ഥിരം ടിക്കറ്റ്? ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി. എങ്ങനെയുണ്ട്? മനസ്സിലായി. ഹോൾസെയിലല്ലേ വിൽക്കണേ? അപ്പൊ ഹോൾസെയിൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ 1 കോടി കൊണ്ട് അയാൾക്ക് തന്നെയാണ് അടിച്ചത്. അത് ലതീഷിനാണ് അടിച്ചത്. ലതീഷിനെ ഇനി കണ്ടെത്തണം. ലതീഷിനെ കൂടി കണ്ടെത്തി. ഇത് ആർക്കാണ് ലതീഷ് ഏജന്റാണ്. അങ്ങോട്ട് നോക്കി പറ, നമ്മളെ ഇതിലേക്ക് നോക്കി പറ. കൃത്യമായിട്ട് വിരിച്ചു കൊടുക്കും. ലതീഷ് ഏജന്റാണ്. കസ്റ്റമറൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ലതീഷ് വിറ്റ ടിക്കറ്റിനാണ്. ടിക്കറ്റ് വിൽക്കാതെ ലതീഷിന്റെ കയ്യിലുണ്ട്. ലതീഷിന് കിട്ടും. പുള്ളിക്ക് DC 2.5 കോടി പുള്ളിക്ക് കിട്ടും. 10%. അപ്പൊ വലിയ സന്തോഷമായി തന്നെയാണ്. എന്തായാലും ലതീഷ് വിറ്റ ടിക്കറ്റിന് 25 കോടി രൂപയാണ് കിട്ടിയേക്കുന്നത്. നെട്ടൂരാണ് ഈ ടിക്കറ്റ് വിറ്റേക്കുന്നത്. അതുകൊണ്ട് സേതു അടക്കമുള്ള ആളുകൾ അവിടെ മുഴുവൻ പരിശോധിക്കണം. നിങ്ങൾ ആരെങ്കിലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്.